ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായാലും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഫേസ് പാക്കിൻ്റെ ഒന്നും വീഡിയോ ഇടാത്തത്. അപ്പം ഞാൻ ഇന്ന് ഒരു കിഡിലൻ ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ഫേസ് പാക്ക് നമ്മൾ ദിവസം ഇടേണ്ട ഒരു ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇട്ടാൽ മതി. നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹൈഡ്രാ ഫേഷ്യൽ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലേ. നമ്മുടെ യൂട്യൂബ് തുറന്നാലോ ഇൻസ്റ്റ തുറന്നാലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ. ഭയങ്കര ഫെയിമായിട്ട് കൊണ്ടിരിക്കുവാണല്ലേ. അപ്പോൾ അതിന് നമ്മൾ കൂടുതലും ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഭയങ്കര റേറ്റാണ്, ഇതിൻ്റെ ഭയങ്കര റേറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഗൈസ്. ഈ ഹൈഡ്രാ ഫേഷ്യൽ പോലെ നമ്മൾ മുഖം നല്ലോണം നിറം വയ്ക്കാനും അതേപോലെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഫേസ് പാക്കാണ് കേട്ടോ ഞാനിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഭയങ്കര ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന കിഡിലോസ്കി ഫേസ് പാക്കാണ് ഗൈസ്. അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നാളായി എൻ്റെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അപ്പം ഭയങ്കര ഡള്ളായിട്ടാണ് ഇരുന്നത്. ഇപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുഖമാണ് ഗൈസ് ഇത്. പക്ഷെ അടിപൊളിയാണ്, കിഡിലനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ മെയിൻ തിങ് ഈസ് എല്ലാ ദിവസവും ഇടേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇട്ടാൽ മതി. പിന്നെ വീട്ടിൽ ഉള്ള സംഭവങ്ങളും കൊണ്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മളൊരു സ്ക്രബ്ബറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് തരിയായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ക്രബിങ് എഫക്റ്റ് വരണമെങ്കിൽ കുറച്ച് തരി ആയിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കുക. എന്നിട്ട് പാലൊഴിച്ചിട്ട് കുറച്ച് ഗ്ലിസറിനും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ. ഇത് കുറച്ച് വെള്ളം പോലെ ആയി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു നുള്ള് കടലമാവും കൂടി ചേർത്ത് കേട്ടോ. അതും കൂടി ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. എനിക്കത് വർക്കിംഗ് ആണ് കടലമാവ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ഫേസ് കണ്ടു വെച്ചോളൂ. ഇനിയുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ മുഖം, നല്ല ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്യുമ്പോൾ മുഖം നല്ലോണം നിങ്ങളുടെ ഏതാണോ ഫേസ് വാഷ് യൂസ് ചെയ്യണം ആ ഫേസ് വാഷ് ഇട്ട് നല്ലോണം മുഖം ക്ലീൻ ആക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഞാനിപ്പോൾ ഫേസ് വാഷ് അല്ല ചെയ്തിരുന്നത്, കടലമാവ് ഇട്ട് മുഖം നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ സ്ക്രബ്ബർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ എപ്പോഴും ഇപ്പോൾ വീഡിയോ ഈ യൂട്യൂബിലും എല്ലാത്തിലും ഭയങ്കര വൈറലാണ്. നമ്മുടെ ഈ കൊറിയൻ സ്കിൻ കെയറിന് പറ്റിയൊരു സംഭവമാണ് നമ്മുടെ ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. അരിപ്പൊടി അടിപൊളിയാണ്. ഈ അരിപ്പൊടിയുടെയും റൈസിൻ്റെയും പാലിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം സ്കിൻ നല്ലോണം ക്ലീൻ ചെയ്യാനും അതേപോലെ ഡെഡ് സ്കിന്നൊക്കെ മാറാനൊക്കെ അടിപൊളിയാണിത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള സ്ഥലത്ത് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യാട്ടോ. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ മൂക്കിലും ചിന്നിൻ്റെ ഭാഗത്തും പിന്നെ ഈ ചീക്സിലൊക്കെയാണ് കുറച്ച് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം മസാജ് ചെയ്യുക. പിന്നെ വളരെ ജെൻറ്റിലായിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാൻ. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കണമെന്നേ ഉള്ളൂ. വളരെ ജെൻറ്റിലായിട്ട് പയ്യെ ഒരു 5 മിനിറ്റ് നേരം വരെ മസാജ് ചെയ്യുക. അപ്പോൾ മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മസാജ് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടും. ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ല സോഫ്റ്റ് ആവട്ടോ മുഖം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മളൊരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആകെ 2 ഇൻഗ്രീഡിയൻറ്റ് മതി. ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് പപ്പായയാണ്. പപ്പായയുടെ പ്യൂരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പപ്പായ നല്ലോണം അരച്ചിട്ട് 2 ടീസ്പൂൺ എടുക്കുക. പപ്പായ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതായാലും എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് കേർഡാണ്. കേർഡ് കുറച്ച് കട്ടിയുള്ള കേർഡാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ കേട് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മതി. നല്ല അടിപൊളി കിഡു റിസൾട്ടാട്ടോ ഇത് ഇട്ടാൽ തന്നെ ഉണ്ടാവുക. ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിലും ഇടാം കേട്ടോ. ഈ കേടും പപ്പായും കൂടി ഡെയിലി ഇടാം. നമ്മുടെ ടാൻ മാറാനും സ്കിൻ നല്ല ബേബി സോഫ്റ്റ് ആവാൻ ഇതിലും വേറെ സംഭവം വേറെ ഇല്ല ഗൈസ്. അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാ ദിവസവും ഇടണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഇട്ടാലും മതി കേട്ടോ. അടിപൊളിയാണ്. ടാനിങ്ങും മാറും, നല്ല സോഫ്റ്റ് ആവട്ടോ സ്കിൻ. പിന്നെ ഇത് രണ്ടും ഡെയിലി ഇടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുപോലെ അത്രയ്ക്ക് വിസിബിൾ റിസൾട്ട് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അത്രയ്ക്ക് കിഡുവാണ്. മുഖം തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടോ, നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയതുകൊണ്ട് തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്.
അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരിക്കണം സ്കിൻ നമ്മുടെ. പിന്നെ നമ്മൾ ഈ പപ്പായ ഇടാൻ നേരത്ത് പിന്നെ ഒന്നും കൂടി നല്ലോണം സോഫ്റ്റ് ആവട്ടോ നമ്മുടെ സ്കിൻ. പിന്നെ അതേപോലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം മാറാൻ നല്ലതാണ് ഈ പപ്പായ. അപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റ് നേരം വരെ നല്ലോണം മസാജ് ചെയ്യട്ടെ. 5 മുതൽ 7 മിനിറ്റ് നേരം വരെ നല്ലോണം മസാജ് ചെയ്യുക. ഞാൻ പതിയായിട്ട് മസാജ് ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോ സ്പീഡിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ കാണുന്നത്. നല്ലോണം പതിയെ വേണം മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് ഡെയിലി ചെയ്യുവാണെങ്കിൽ, ഡെയിലി മസാജ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഫേസ് പാക്ക് ഇടുവാണെങ്കിൽ തന്നെ, അതായത് തൈരും ഈ കപ്പങ്ങയുടെ ഇതുണ്ടല്ലോ പ്യൂരിയും കൂടി ഇടുവാണെങ്കിൽ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും, സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും, അതേപോലെ ഭയങ്കര ബേബി സോഫ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയണതാണ്. വെറുതെ കപ്പങ്ങ മാത്രമായിട്ട് ഇട്ടാൽ വരെ മുഖത്തിന് നല്ല അടിപൊളിയാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട്. എൻ്റെ സ്കിന്നിന് അടിപൊളിയായിരുന്നു അത്. അപ്പോൾ ഇതേ നല്ലോണം മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നേരം വരെ നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു 5-10 മിനിറ്റ് നേരം വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഭയങ്കര അങ്ങനെ ഡ്രൈ ആവണ്ട, എന്നിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. ഇത് ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് ചിയാ സീഡാണ് കേട്ടോ. ചിയാ സീഡ് കുറച്ച് പാലിലും സോക്ക് ചെയ്ത് വെച്ചേക്കണയാണ്. ഒരു 5-10 മിനിറ്റ് നേരം വരെ വെക്കുമ്പോഴേക്കും നല്ലോണം ഇതേപോലെ കുതിർന്ന് കിട്ടും. ഞാനൊരു 10-15 മിനിറ്റ് നേരം വെച്ചോളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇതേപോലെ നല്ലോണം കുതിർന്ന് കിട്ടും കേട്ടോ. പാലിൽ തന്നെ കുതിർക്കാൻ വെക്കാം കേട്ടോ. വെള്ളത്തിലേക്കാൾ നല്ലത് പാലാണ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മളിത് ചിയാ സീഡ് യൂസ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ സ്കിൻ ഒരുപാട് ഡ്രൈ ആവത്തില്ല, നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷേ നല്ലോണം ബ്രൈറ്റൻ ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ചിയാ സീഡ് കുറച്ച് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് നമ്മൾ നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു മിക്സിയിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് ഇതിൽ ഞാൻ ഓൾറെഡി ബീട്രൂട്ട് അരച്ചും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസും വേണം, ഈ ചിയാ സീഡും പാലുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പാല് ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടൊന്നുമില്ല. ഈ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന, സോക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ പാലെടുത്തിട്ടുള്ളൂ. ചിയാ സീഡ് സോക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ പാലെടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലോണം മിക്സ് അരച്ചെടുക്കുക കേട്ടോ. നല്ലോണം തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. നല്ലോണം ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. നല്ലൊരു പുഡിങ് പോലെ, നല്ല സ്മൂത്തി പോലെ ഉണ്ടാവും കേട്ടോ. അതേപോലെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ ഒരിക്കലും സ്കിപ്പ് ചെയ്ത്, നമ്മൾ ഹൈഡ്രാ ഫേഷ്യലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഗ്ലിസറിൻ എന്തായാലും എടുക്കുക കേട്ടോ. അപ്പോൾ ഗ്ലിസറിനും കൂടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലിസറിനും കൂടി ഇടുമ്പോൾ നല്ലോണം സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ അടിപൊളിയാണ് ഈ ഗ്ലിസറിൻ. പിന്നെ അതേപോലെ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസ് മാറാനും ഈ ഗ്ലിസറിൻ നല്ലതാണ്. ഗ്ലിസറിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സോപ്പിലും എല്ലാത്തിലും, നമ്മുടെ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന, പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാത്തിലും നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നമ്മളതിന് നല്ലോണം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. എനിക്കിതിൻ്റെ കളറാണ് ഇഷ്ടമായത്. ഭയങ്കര നല്ല കളറല്ല, എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെയുള്ള ഫേസ് പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണോട്ടെ. എനിക്ക് ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നല്ല കട്ടിയിൽ തന്നെ ഇടാം കേട്ടോ. അത് നമ്മുടെ മുഖത്ത് മാത്രമല്ല കഴുത്തിലൊക്കെ ഇടാം. നമുക്കിത് വേണമെങ്കിൽ ഓൾ ഓവർ ബോഡി മൊത്തം ഇടാം കേട്ടോ. നല്ലോണം ബ്രൈറ്റൻ ആവും, നല്ല സൺ ടാൻ ഒക്കെ മാറും, സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആവും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ വരെ, ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവരുത്. ഒരു സെമി ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് കിട്ടും. ആ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ നാളായി ഞാൻ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് സ്കിൻ നല്ലോണം ഡള്ളായിട്ടിരിക്കണമായിരുന്നു. ഇപ്പം നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നല്ലോണം ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ആയിട്ടോ ഉള്ളത്. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ലൈറ്റിങ് കുറച്ച് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ വരുന്നുണ്ട്, വൈകുന്നേരമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറായിട്ടില്ലേ? നല്ല ചുമന്നിരിപ്പുണ്ട് ഇവിടെയൊക്കെ. നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, റിസൾട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.